ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓൺലൈനിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സംരംഭകൻ്റെ സക്സസ് സ്റ്റോറിയാണ്. കഴിഞ്ഞ വർഷമാണ് അജിത്ത് എൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സിൽ പങ്കെടുക്കുന്നത്. ആ ടൈമിൽ അജിത്ത് ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാം പേജ് മാത്രമാണ് ആ ടൈമിൽ അജിത്തിന് ഉണ്ടായിരുന്നുള്ളൂ. തൃശ്ശൂരിൽ നിന്നുള്ളൊരു സംരംഭകനാണ്. ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്. എംപയർ ക്രിയേഷൻ എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവറുകൾ, പ്ലാന്റുകൾ, ഇതേപോലത്തെ ഉള്ള ഡെക്കറേറ്റീവ് ഹോം ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെയാണ് സെല് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഞാൻ കഴിഞ്ഞ വർഷമല്ല, കുറേ നാളുകളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കുക. ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു കുറേ നാളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറേ പേരൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട്, കുറേ പേർക്കൊക്കെ നല്ല രീതിയിൽ സെയിൽ കിട്ടുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അജിത്ത്. അജിത്തിൻ്റെ ചില ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണത്. മറ്റുള്ളവരെ പോലെ അല്ല അജിത്തിൻ്റെ അടുത്ത് ഞാൻ അനുവാദം ചോദിച്ചായിരുന്നു ഇതൊന്ന് ഷെയർ ചെയ്തോട്ടെ എന്നുള്ളത്. കാരണം ചിലർക്കെങ്കിലും അവരുടെ ടെക്നിക്കുകൾ അങ്ങനെ പുറത്ത് വിടുന്നത് അത്ര ഇഷ്ടമില്ല. പക്ഷെ അജിത്ത് ഷെയർ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. ഒന്നാമതായിട്ടുള്ള മെയിൻ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായിട്ട് വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സീക്രട്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരാഴ്ച എന്തെങ്കിലും ചെയ്യും, അതിൽ നിന്ന് വേണ്ടത്ര റിസൾട്ട് കിട്ടണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, പെട്ടെന്നൊരു റിസൾട്ട് വന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ അവിടെ വെച്ച് അത് ഉപേക്ഷിക്കും. അത് എന്തും എടുത്തു വയ്ക്കും. ബിസിനസ് തന്നെ ആവണമെന്നില്ല. നിങ്ങളിപ്പോൾ എക്സസൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു, രാവിലെ അരമണിക്കൂർ ഓടാൻ തീരുമാനിക്കുന്നു. ചില ആളുകളല്ല, ഒരു 90% ആളുകളും ഒരാഴ്ചയാണ് അതിൻ്റെ ആയുസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടി ഒന്നുണ്ടാവും, എന്നിട്ട് അവർ ഉപേക്ഷിക്കും. നമുക്ക് ഈ കോമ്പൗണ്ട് എഫക്റ്റ് വർക്കൗട്ട് ആവണമെങ്കിൽ, അതായത് നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയാൽ മതി, ചെറുതായിട്ട് ചെയ്താൽ മതി. പക്ഷെ സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസിയാണ് സീക്രട്ട്. സോഷ്യൽ മീഡിയയുടെയും ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഒരു സീക്രട്ട് അത് തന്നെയാണ്. തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ റീച്ച് കൊണ്ടുവരും. ആ വീഡിയോ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് സ്വാഭാവികമായിട്ട് എത്തും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ആ റീച്ച് വരുന്ന വരെ ഒന്നും അതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അജിത്തിൻ്റെ സീക്രട്ടും അത് തന്നെയാണ്. ഇവർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യണം, മടി പിടിച്ചിരിക്കണമല്ലോ, തുടർച്ചയായിട്ട് തന്നെ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് സീക്രട്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് തരക്കേടില്ലാത്ത രീതിയിലുള്ള ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ യൂട്യൂബ് ആയിരിക്കാം, ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം ആയിരിക്കാം, ചിലപ്പോൾ ഫേസ്ബുക്ക് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഫാഷൻ പ്രോഡക്റ്റ്, ഇപ്പോൾ അജിത്തിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഫ്ലവറുകളും പ്ലാന്റുകളും ഒക്കെയാണ്. അതൊരു ഇൻസ്റ്റഗ്രാം ടൈപ്പ് ബിസിനസ്സാണ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ കുറച്ചും കൂടിയും നല്ല രീതിയിൽ മെച്ചപ്പെടാൻ സാധ്യതയുള്ള ബിസിനസ്സാണ്. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നല്ല രീതിയിൽ ഓർഡേഴ്സ് വന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ എന്തോ 500 മേളിൽ ഓർഡർ കിട്ടിയ കാര്യം പറഞ്ഞായിരുന്നു. ഇതൊക്കെ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിലും നമ്മൾ ഒരേ ടൈമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ചില ബിസിനസ്സുകൾക്ക് യൂട്യൂബാണ് ചില സർവീസ് ബേസ്ഡ് ബിസിനസ്സുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ യൂട്യൂബാണ്. പക്ഷേ യൂട്യൂബ് അവർ ഉപയോഗിക്കില്ല. ഇപ്പോൾ ഉദാഹരണം, വീട് പണിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അത് ചിലപ്പോൾ ഫേസ്ബുക്കിൽ നിന്നായിരിക്കാം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സെയിൽ വരാം, ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരാം, ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുക. അതായത് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എല്ലാത്തിലും ഒരേപോലെ കിട്ടില്ല, എല്ലാത്തിലും ഒരേപോലെ കിട്ടാനുള്ള സാധ്യത കുറവ്. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് തരക്കേടില്ലാത്ത രീതിയിലുള്ള ലീഡ്സ് നിങ്ങൾക്ക് ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടും. സോഷ്യൽ മീഡിയയുടെ ഒരു പവർ അതാണ്. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 90% ടൈമിലും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളതാണ്. അജിത്തിൻ്റെ കേസിലും ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വന്നേക്കുന്നത് ഫ്രീ മാർക്കറ്റിങ്ങിലൂടെയാണ്. ജസ്റ്റ് വീഡിയോ മേക്ക് ചെയ്യുന്നു, അവർ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നു. പിന്നെ ഉള്ള ഓപ്ഷനാണ് പെയ്ഡ് മാർക്കറ്റിംഗ്. പെയ്ഡ് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ അധിക സംരംഭകരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ, തിരക്കേടില്ലാതെ ബിസിനസ് ചെയ്യുന്നവരുടെ അടുത്ത് ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ അവർ തന്നെ പറയും നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നേക്കുന്നത് ഓർഗാനിക്കിൽ നിന്നാണ്, അതായത് സൗജന്യമായിട്ട് ചെയ്യുന്ന മാർക്കറ്റിങ്ങിൽ നിന്നാണ് വലിയ റിസൾട്ടുകൾ വന്നേക്കണമെന്ന് അവർ പറയും. അതുകൊണ്ടാണ് ഞാൻ കോഴ്സിലും കൊടുത്തിട്ടുണ്ട്, ആദ്യം നിങ്ങൾ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യുക, ശേഷം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുക, ഏറ്റവും അവസാനം മാത്രം പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്യുക. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് നേരെ തല തിരിച്ചിട്ടാണ്. ആദ്യം പെയ്ഡ് മാർക്കറ്റിംഗ്, പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, പിന്നെ കണ്ടൻറ് മാർക്കറ്റിംഗ്. അപ്പോൾ എന്ന് വെച്ചാൽ ആദ്യം തന്നെ കാശ് പോകും. അപ്പോൾ ആ പരിപാടി അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യും.
പിന്നെ വേറെ ചില ആളുകൾ ഓൺലൈനിൽ നിന്ന് പറയാൻ നേരത്തെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മീഷോ ഇതിലൊക്കെ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ബ്രാൻഡ് വളർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അജിത്തിൻ്റെ എന്ന് പറയുന്നത് എംപയർ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള തന്നെ ഒരു ബ്രാൻഡൊക്കെ ഉണ്ട്, ഷോപ്പുണ്ട് പുറത്തെങ്കിലും. പക്ഷേ നമ്മളുടേതായിട്ടുള്ളൊരു ടച്ച് കൊണ്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെയാണ് സാധിക്കുള്ളൂ. ആമസോണിലൊരു ഫോട്ടോ ലിസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വലിയൊരു ഇതില്ല, ഒരു ബ്രാൻഡ് വാല്യൂ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ ആമസോണിന് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ പുറത്താക്കാനായിട്ട് സാധിക്കും. ഹൈ കോമ്പറ്റീഷൻ, കമ്മീഷൻ, ഒരുപാട് കോംപ്ലക്സിറ്റികൾ അതിലുണ്ട്. തുടക്കം തന്നെ GST വേണം, അത് അടുത്തൊരു തലവേദനയാണ്. ചിലർക്ക് GST എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ GST എടുക്കാൻ പേടിയാണ്, ചിലർക്ക് റൂമില്ല, വീടിൻ്റെ പേരിൽ എടുക്കാൻ പേടിയാണ്. അപ്പോൾ പല പല പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലില്ല. സോഷ്യൽ മീഡിയ ഈസിയാണ്, ഫാസ്റ്റാണ്, പ്രോഫിറ്റബിളാണ്. തുടക്കക്കാരനായിട്ടുള്ളൊരു സംരംഭകൻ ഓൺലൈനിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്, കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവർ പറയുന്ന അതേപോലെ തന്നെ ചെയ്യാതെ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ഈ അജിത്തിൻ്റെ കേസിലും എൻ്റെ കോഴ്സിൽ പങ്കെടുത്തത് കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിലായെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബേസ് ചിലപ്പോൾ നമ്മളായിരിക്കും പറഞ്ഞു കൊടുത്തത്, പക്ഷെ അതിൻ്റെ മേളിൽ ഇവർ ബിൽഡ് ചെയ്യണം. പുതിയത് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നു, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്നു, അതെല്ലാം കമ്പൈൻ ചെയ്ത് പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റിയാണ് ഒരു ബിസിനസ്, പ്രത്യേകിച്ച് തുടക്ക സമയത്ത്. നമ്മൾ പല പരീക്ഷണങ്ങൾ നടത്താൻ നേരത്തെ ഒരെണ്ണം ഫെയിലായി, ഓക്കെ നോ പ്രോബ്ലം, അടുത്തത് പരീക്ഷിച്ച് നോക്കുക, ഫെയിലായിക്കോട്ടെ അടുത്തത് പരീക്ഷിച്ച് നോക്കുക, ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. അതൊരു പ്രത്യേക സീക്രട്ടായിരിക്കും. ആ സീക്രട്ട് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന് ഒരുപക്ഷെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരീക്ഷണങ്ങൾ നടത്തുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ് അടുത്ത സീക്രട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. ഒരു ദിവസം വന്ന് ഒരുപാട് വെടിയും പുകയും ഒച്ചപ്പാടും ബഹളവും അങ്ങനെയല്ല. പതുക്കെ പതുക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. പരമ്പര പോലെ ഒരു ദിവസം എന്തെങ്കിലും വലുതായിട്ട് ചെയ്യണതിന് പകരം ചെറുതായിട്ട് ഓരോ ദിവസം ചെയ്യുക എന്നുള്ളത്, അവിടെയാണ് നിങ്ങൾക്ക് വലിയ റിസൾട്ടുകൾ വരുന്നത്. തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സീക്രട്ട്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്ക സമയത്ത് നിങ്ങൾ ഒറ്റക്കായിരിക്കും. അതായത് നിങ്ങൾ ഒറ്റക്ക് തന്നെയായിരിക്കും എല്ലാം ചെയ്യണത്. വീഡിയോ മേക്കിംഗ്, ബിസിനസ്സിൻ്റെ സെല്ലിങ്, മാർക്കറ്റിംഗ് ഒക്കെ നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾക്ക് പതിയെ ഓർഡേഴ്സൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കണം. പതിയെ നിങ്ങൾ സ്റ്റാഫിനെ ഹയർ ചെയ്യണം. ഈ അജിത്തും ചെയ്തത് അങ്ങനെയാണ്. അതായത് തുടക്ക സമയത്ത് എല്ലാം ഒറ്റക്കാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഓർഡറുകൾ കൂടാൻ തുടങ്ങിയപ്പോൾ പതിയെ ഓരോരോ മേഖലയിൽ വീഡിയോ എഡിറ്റിങ്ങിന് ഒരു സ്റ്റാഫിനെ വെക്കുക, അതേപോലെ തന്നെ കസ്റ്റമർ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ വെക്കുക. പതിയെ ടീം ബിൽഡ് ചെയ്തു തന്നെ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, സിസ്റ്റം ബിൽഡ് ചെയ്യണതിൻ്റെയും ടീം ബിൽഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രാധാന്യം. അത് ഞാൻ ഇതിൽ വിശദീകരിക്കുള്ള. അപ്പോൾ അത്തരം വീഡിയോസ് നിങ്ങൾ കാണാം. ഇത് പതുക്കെ നമ്മളുടെ ടീമിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അധിക പേരും പേടിക്കണ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ഈ പോണ പോലെ പോയില്ലെങ്കിൽ ഇവർക്ക് സാലറി കൊടുക്കണ്ടേ, നമ്മളുടെ വരുമാനം കുറഞ്ഞു പോകില്ല, ഇങ്ങനത്തെ കുറേ പേടികളാണ്. ഇത്തരം പേടിയോടുകൂടി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സണായിട്ട് മാറും. നമുക്കൊരു ടീമോ ഒരു സിസ്റ്റമോ നല്ലൊരു ബിസിനസ്സോ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രാക്ഷൻ വരാൻ നേരത്ത്, നല്ല രീതിയിൽ ഓർഡേഴ്സ് വരാൻ നേരത്ത് പതുക്കെ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നണ കാര്യങ്ങൾ, നിങ്ങൾ ഒരുപാട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ചെയ്യാൻ തോന്നണില്ല, അങ്ങനത്തെ ഫീൽ വരുന്ന സംഗതികളൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു സീക്രട്ട്. തുടക്ക സമയത്ത് നമ്മൾ ഒറ്റക്കായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ 1-2 പേരൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ തുടങ്ങണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ചെറുതായിട്ട് തുടങ്ങി വലുതാകണം എന്ന മൈൻഡ് സെറ്റോടു കൂടി ചെറുതായിട്ട് തുടങ്ങുക, അതാണ് റിയൽ സീക്രട്ട്. ചെറുതായിട്ട് തുടങ്ങുമ്പോഴുള്ള മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതാക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് അവർ ചെറുതായിട്ട് തുടങ്ങുന്നത്. എന്തായാലും നിങ്ങളുടെ അടുത്ത് റിസോഴ്സുകൾ തുടക്ക സമയത്ത് കുറവായിരിക്കും. അപ്പോൾ എന്തായാലും വലുതായിട്ട് തുടങ്ങാൻ പറ്റില്ല. പിന്നെ ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത് ചെറുതായിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോഷ്യൽ മീഡിയ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം സെർച്ചിൻ്റെയൊക്കെ SEO ഒക്കെ ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി സോഷ്യൽ മീഡിയയുടെ ടൈമാണ്, ഇനി AI ടൈമാണ്. ഇപ്പോൾ ഗൂഗിളിൽ കയറി ഡയറക്റ്റ് സെർച്ച് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഡയറക്റ്റ് ChatGPT കയറുന്നു, സെർച്ച് ചെയ്യുന്നു, ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ളൊരു ആൻസർ നമുക്ക് കിട്ടുന്നു. എന്തടിച്ചു കൊടുത്താലും ഒരു ചെറിയൊരു 5-6 വരികളുള്ള ഒരു സമ്മറി നമുക്ക് കിട്ടുകയാണ്. ഒരു വെബ്സൈറ്റിൽ കയറി ഇനി കാര്യങ്ങൾ നോക്കേണ്ടതിൽ പിന്നെ ആളുകൾ ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയ.
സോഷ്യൽ മീഡിയനെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ബിസിനസ്സിനും കൂടി നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. സോഷ്യൽ മീഡിയയിൽ വലിയ അവസരങ്ങളുണ്ട്. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. താങ്ക് യു ഫോർ വാച്ചിങ്.